നമ്മൾ മെമോ പാരീസിന്റെ മധുരൈ റിവ്യൂ ചെയ്തിരുന്നു. പലരും ആവശ്യപ്പെട്ടതാണ് ആഫ്രിക്കൻ ലെതർ. പ്രത്യേകിച്ച് വാട്സപ്പിൽ എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം ഒരുപാട് നീഷ് പെർഫ്യൂംസ് എനിക്ക് റെക്കമെൻഡ് ചെയ്യാറുണ്ട്. അക്കൂട്ടത്തിൽ എന്നോട് ആവശ്യപ്പെട്ട ഒരു പെർഫ്യൂമാണ് ആഫ്രിക്കൻ ലെതർ, നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്യണം. ഞാൻ പറഞ്ഞു, ലെതറിന്റെ മണമല്ലേ, ലെതർ എനിക്ക് എന്തോ അത്ര വർക്കൗട്ട് ആവാറില്ല. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞത്, ചേട്ടാ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലെതറിന്റെ മണമല്ല, ഈവൻ ഗേൾസിന് പോലും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത്, ലെതർ ഇഷ്ടമില്ലാത്തവർ പോലും ഇതിനെ സ്നേഹിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ അത് വാങ്ങണമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ വാങ്ങിയത്. ഈ ഒരു പെർഫ്യൂം വിശേഷങ്ങളിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ഇപ്പോൾ ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം. ഈ ആഫ്രിക്കൻ ലെതറിൽ ഈ ലെതർ എന്നുള്ള പേര് നിങ്ങൾ മായ്ച്ച് കളയണം. നിങ്ങൾ ആദ്യം തന്നെ ലെതർ എന്നുള്ള കൺസെപ്റ്റ് എടുത്ത് മാറ്റിയിട്ട് വേണം ഈ പെർഫ്യൂം റിവ്യൂ നിങ്ങൾ കേൾക്കാൻ. ഈ ആഫ്രിക്കൻ അല്ലെങ്കിൽ മെമോ പാരീസ് എന്നുള്ള ഒരു ഹൗസിനെ കുറിച്ച് നമ്മൾ മധുരൈ റിവ്യൂ ചെയ്ത സമയത്ത് പറഞ്ഞിരുന്നു. ദമ്പതികൾ ലോകമെങ്ങോളം നടത്തിയ യാത്രയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് അവർ ഓരോ പെർഫ്യൂമും പുറത്തിറക്കുന്നത്. അത്തരത്തിൽ അവർ ആഫ്രിക്കയിൽ നടത്തിയ ഒരു യാത്ര, ആ യാത്രയുടെ ഓർമ്മ പുതുക്കലിന് വേണ്ടിയിട്ടാണ് ആഫ്രിക്കൻ ലെതർ എന്ന പേരിൽ എലീനിയോ മാസനെറ്റ് എന്നുള്ള പെർഫ്യൂമറെ കൊണ്ട് 2015 അവർ ഈ പെർഫ്യൂം പുറത്തിറക്കിയത്. മെമോ പാരീസ് എന്ന ഒരു ഹൗസ് എടുത്താൽ അവരുടെ ഫ്ലാഗ്ഷിപ്പ് മോഡലാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്, ആഫ്രിക്കൻ ലെതർ. മെമോ പാരീസ് എന്ന് പറയുമ്പോൾ തന്നെ പലരുടെയും മനസ്സിൽ ആദ്യം വരുന്നത് ആഫ്രിക്കൻ ലെതർ, അതാണ് നമ്മുടെ കയ്യിലുള്ളത്. കയ്യിലിരിക്കുന്നത് ടെസ്റ്റർ ബാച്ച് ആണ്. ഇങ്ങനെയാണ് എൻ്റെ ബോട്ടിൽ. മെമോ പാരീസിന്റെ ബോട്ടിലൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ, ഒരു സ്ലീക്ക് ആയിട്ടുള്ള സ്ലിം ആയിട്ടുള്ള ബോട്ടിലാണ്. സ്വർണ്ണ നിറത്തിൽ ഒരു ചീറ്റപ്പുലിയുടെ ചിത്രം കാണാം. മെമോ പാരീസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെ പെർഫ്യൂം EDP ആണ് കോൺസെൻട്രേഷൻ വരുന്നത്. ബാച്ച് കോഡ് ഇവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ചൊന്നുമില്ല. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോട്ടിൽ ഡിസൈനും ക്യാപ്പും കാര്യങ്ങളും കൊടുത്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞത് ഇതൊരു ലെതർ പെർഫ്യൂം അല്ല. ഈ പെർഫ്യൂമിൻ്റെ പ്രചോദനം എന്ന് പറയുന്നത് ആഫ്രിക്കൻ വന്യതയും അവിടുത്തെ പ്രശസ്തമായ സവന്ന പുൽമേടുകളുമാണ് ഇതിൻ്റെ പ്രചോദനം. ഈ സവന്ന പുൽമേട് എന്ന് പറയുന്നത് നമ്മൾ നാഷണൽ ജോഗ്രഫി ചാനൽ, ഡിസ്കവറി ചാനലിൽ കണ്ടിട്ടുണ്ടോ. സീബ്രയും കഴുതപ്പുലികളും സിംഹവും ഒക്കെ വിഹരിക്കുന്ന കിലോമീറ്ററുകളോളം പരന്ന ഒരു 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 എന്താ പറയുക, ഒരു ഗ്രൗണ്ട് എന്ന് പറയാം. അതാണ് സവന്ന നാഷണൽ പാർക്ക്. അപ്പോൾ ആ ഒരു യാത്രയുടെ അനുഭവമാണ് ഈ പെർഫ്യൂമിൻ്റെ മുഴുവനായിട്ടുള്ള ഒരു ഇൻസ്പിറേഷൻ. ബോട്ടിൽ കാണുന്ന ചീറ്റപ്പുലി തന്നെ ഇതിൻ്റെ ചിഹ്നം, ഇതിൻ്റെ പ്രൗഢിയും വേഗതയും ഗാംഭീര്യവുമാണ് സൂചിപ്പിക്കുന്നത്. ഈ പെർഫ്യൂമിൻ്റെ ക്വാളിറ്റിയും അത് വിളിച്ചു പോകുന്നുണ്ട്. ഒരു സഫാരി യാത്ര നമ്മളിപ്പോൾ സഞ്ചാരത്തിൽ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ അത്തരം വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആഫ്രിക്കൻ സഫാരി, ഒരു സഫാരി യാത്രയിൽ അനുഭവപ്പെടുന്ന ഒരു ചൂടുള്ള ഒരു കാറ്റ്, പ്രത്യേകിച്ചും ആഫ്രിക്കയിൽ അനുഭവപ്പെടുന്ന ഒരു ചൂടുള്ള വരണ്ട കാറ്റും മണ്ണിൻ്റെ ഗന്ധവും, ഇപ്പം കാടുകളിലെ അനന്തമായ സുഗന്ധവ്യഞ്ജനങ്ങൾ, ഒരു യാത്രികൻ തൻ്റെ കയ്യിൽ കരുതുന്ന യാത്രാ ബാഗിൻ്റെ ആ ഒരു ലെതർ മണം, അതോടൊപ്പം തന്നെ കാടുകളായതുകൊണ്ട് തന്നെ വന്യജീവികളുടെ സാന്നിധ്യം, ഇവയെല്ലാം ചേർന്ന ഒരു റോയൽ സാഹസിക യാത്രയാണ് ഈ ഒരു പെർഫ്യൂം നമുക്ക് സമ്മാനിക്കുന്നത്. പലരും ഇതൊരു ലെതർ പെർഫ്യൂം ആണ് എന്ന് തോന്നാറുണ്ട്, കേട്ടിട്ട് അങ്ങനെ വിചാരിക്കാറുണ്ട്. എന്താണ് ഒരു ലെതർ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് കട്ട് കൂടിയ ഷൂസിൻ്റെയോ അല്ലെങ്കിൽ ബെൽറ്റിൻ്റെയോ അല്ലെങ്കിൽ ലെതർ ബാഗിൻ്റെ ഒക്കെ ആയിരിക്കും നമ്മുടെ മനസ്സിൽ ആദ്യം ഓർമ്മ വരുന്നത്. ഇത് ഞാനും സംശയിച്ചിരുന്നു. ശരിക്കും ഇത് ട്രൈ ചെയ്യുന്നവർ ഞാനും അങ്ങനെ സംശയിച്ചിരുന്നു. ഞാൻ ട്രൈ ചെയ്തിട്ട് കാര്യം പറയത്തില്ല, എന്താണ് ഇതിൻ്റെ മെയിൻ നോട്ട് എന്നുള്ളത്. ഇതിൻ്റെ സെൻറ്റ് പ്രൊഫൈൽ വരുന്നത് വാം സ്പൈസി അരോമാറ്റിക് ലെതർ പച്ചൂളി ഫ്രഷ് സ്പൈസി ഊദ് അനിമലിക് വുഡി. ഇതിൽ ഊദും അനിമലിക്കും രണ്ടും മാറ്റാം, ലെതറും കട്ട് ചെയ്യാം. ബാക്കിയുള്ളതാണ് ഈ പെർഫ്യൂം. പേരിൽ മാത്രമാണ്, ഈ ഒരു ഹൗസിൻ്റെ പേര് മാത്രമാണ് ആഫ്രിക്കൻ ലെതർ എന്ന്. പക്ഷേ ഇത് ലെതറിൻ്റെ ഒന്നുമില്ല, ലെതർ ഇല്ല ഇതിൽ, ശരിക്കും പറഞ്ഞു ചെറുതായിട്ടേ ഉള്ളൂ. ഇനി ഇതിൻ്റെ നോട്ടും കാര്യങ്ങളും, ടോപ്പ് നോട്ടിൽ കാർഡമം, ജറാനിയം, പിങ്ക് പെപ്പർ, മിഡിൽ നോട്ടിൽ പച്ചൂളി, സിനമൺ, റോസ്, ബേസ് നോട്ടിൽ ലെതർ ഊദ് ആംബർ. ഈ ബേസ് നോട്ട് കട്ട് ചെയ്ത് കളഞ്ഞേക്ക്. ഇതൊന്നുമല്ല നമുക്ക് കിട്ടുന്നത്. നമ്മുടെ നാട്ടിലെ കേരളത്തിലെ കാലാവസ്ഥയിൽ ഇത് കിട്ടുന്നത് വേറൊരു മണമാണ്. എന്നാൽ ഇതിൻ്റെ യഥാർത്ഥ ഹീറോ എന്ന് പറയുന്നത് ഏലക്കായും സുഗന്ധവ്യഞ്ജനങ്ങളുമാണ്. ഇത് ട്രൈ ചെയ്യാം. അത്യാവശ്യം വേഗതയിൽ പോകുന്നൊരു പമ്പാണ്. അയ്യോ, ഏലക്കയുടെ മണം. സ്പ്രേ ചെയ്താൽ ഉടൻ തന്നെ നല്ല ഉയർന്ന നിലവാരമുള്ള ഏലക്കയുടെ മണമായിരിക്കും നമുക്ക് ആദ്യം കിട്ടുക. ഏലക്കയുടെ സ്പൈസിനെസ് അന്തരീക്ഷത്തിൽ നിറയും. ഒപ്പം നല്ല കുങ്കുമപ്പൂവിൻ്റെ മണവും, അതുപോലെ തന്നെ ഇതിൽ ചേർത്തിരിക്കുന്ന ജീരകത്തിൻ്റെ ഒരു സ്പൈസി ടച്ച് എന്നിവ കൂടി ചേരുമ്പോൾ ഒരു റിച്ച് വാം സ്പൈസി ഫീലാണ് കിട്ടുന്നത്. അപ്പോൾ തുടക്കത്തിൽ നിങ്ങൾക്ക് ഏലക്കയും ജീരകവും കുങ്കുമപ്പൂവും ഈ 3 നോട്ട് മാത്രമായിരിക്കും നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിൽ നമുക്ക് കിട്ടുക. യൂറോപ്പിൽ എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷേ കേരളത്തിലെ കാലാവസ്ഥയിൽ നമ്മൾ അടിക്കുമ്പോൾ ഏലക്ക ഉണ്ടാവും, കുങ്കുമപ്പൂവിൻ്റെ മണം ഉണ്ടാവും, ജീരകത്തിൻ്റെ മണം ഉണ്ടാവും. ഇവിടെ ഞാൻ ലെതർ പറഞ്ഞിട്ടില്ല,
ശ്രദ്ധിക്കഴിഞ്ഞാൽ ലെതറിന്റെ കാര്യം പറഞ്ഞിട്ടില്ല, ഈ 3 നോട്ടാണ്. പ്രത്യേകിച്ച് ഏലക്ക നിങ്ങൾക്ക് നന്നായിട്ട് കിട്ടും. അപൂർവമായിട്ടാണ് നമുക്ക് ഏലക്കയുടെ ഏറ്റവും ഗുണനിലവാരമുള്ള ഏലക്കയുടെ മണം, ഏലക്ക അടുക്കി വെച്ചിരിക്കുന്ന, ഏലക്ക നിറച്ച് വെച്ചിരിക്കുന്ന, ഏലക്ക കൊണ്ടുള്ള ഏലക്ക ചാക്ക്, ഏലക്ക ഇട്ട് വെച്ചിരിക്കുന്ന ചാക്ക് സ്മെല്ല് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു എർത്തി ചാക്കിന്റെ മണവും ഏലക്കയുടെ ഒരു പുകമണവും ഒക്കെ ചേർന്നുള്ള മണമാണ് ഇതിൽ ആദ്യത്തെ സ്പൈസിനെസ് ആയിട്ട് നമുക്ക് മുഴുവനായിട്ട് കിട്ടുക. ഇപ്പം മൂന്നാറിൽ ഇടുക്കിയിലൊക്കെ ഏലക്ക തോട്ടത്തിൽ നിന്ന് ഏലക്ക ശേഖരിച്ചൊരു ചാക്കിൽ സ്വരുക്കൂട്ടി വെച്ചിട്ടുണ്ടാവും. ആ ചാക്ക് മണത്തുമ്പോൾ എന്ത് മണമായിരിക്കും വരിക? ആ ചാക്കിന്റെ നൂലിന്റെ ഒരു ചരടിന്റെ ഒരു ചണം കൊണ്ടുള്ള ഒരു ചരടാണെങ്കിൽ ഒരു എർത്തി സ്മെല്ല് ഉണ്ടാവും. അതോടൊപ്പം അതിന് ഏലക്കയുടെ ഒരു സ്പൈസിനെസ് ഉണ്ടാവും. ആ മണമായിരിക്കും ഇതിൽ ഏലക്കയായിട്ട് നമുക്ക് കിട്ടുക. നല്ല ഹൈ ക്വാളിറ്റി ഉയർന്ന നിലവാരമുള്ള ഏലക്കയും പിന്നെ ജീരകവും കുങ്കുമപ്പൂവിന്റെ മണവും. കുങ്കുമപ്പൂവ് എനിക്ക് ഇതിൽ നന്നായിട്ട് കിട്ടുന്നുണ്ട്. കുങ്കുമപ്പൂവ് വളരെ അപൂർവം ചില പെർഫ്യൂമിലാണ് എനിക്ക് നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുള്ളത്. ടോം ഫോർഡ് നൊവാർ എക്സ്ട്രീമിൽ എനിക്ക് നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. ഈ ഒരു പെർഫ്യൂമിൽ എനിക്ക് നന്നായിട്ട് കുങ്കുമപ്പൂവും കിട്ടുന്നുണ്ട്. ഇനി മിഡിൽ നോട്ടിലേക്ക് വരുമ്പോൾ നല്ല ചൂടുള്ള സ്പൈസി സ്മെൽ ഉണ്ടാവും, ഒരു വാം സ്പൈസി സ്മെൽ. അതോടൊപ്പം തന്നെ ഒരു ക്രീമി, മിക്കവാറും ജെറാനിയം എന്ന നോട്ട്, ആ ഒരു ഫ്ലോറൽ നോട്ടായിരിക്കാം. ഒരു ക്രീമി ഫ്ലോറൽ സ്പൈസി വൈബിലേക്ക് ഈ പെർഫ്യൂം മാറും. മിഡിലിൽ എവിടെയോ നല്ല കറുവപ്പട്ടയുടെ മണവും ചേർത്തിട്ടുണ്ട്. കറുവപ്പട്ടയുടെ മണവും കിട്ടും മിഡിൽ നോട്ടിൽ എവിടെയോ. ഇത് ഞാൻ പറയാം, നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിലെ കാര്യം പറയുക. ഡ്രൈ ഡോണിലാണ്, ഇവിടെയാണ് ഇതിന്റെ മാജിക്. നല്ല കഠിനമായ കട്ടുകൂടിയ ലെതറിന് പകരം സുഗന്ധ വ്യഞ്ജനങ്ങൾ മുക്കിയെടുത്ത വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ലെതറാണ് ചേർത്തിരിക്കുന്നത്. ആ ലെതറിന്റെ ഒരു കുത്തുന്ന മണം മാറാൻ വേണ്ടിയിട്ട് ആഴ്ചകളോളം സുഗന്ധ വ്യഞ്ജനങ്ങളിൽ മുക്കി നിറച്ചു വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ സുഗന്ധ വ്യഞ്ജനങ്ങൾക്കടിയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന കട്ടി കുറഞ്ഞ ഒരു ലെതർ, അതെടുത്ത് ഉയർത്തുമ്പോൾ എന്ത് മണമായിരിക്കും വരിക? ലെതറിനോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞ ഏലക്കയും കുങ്കുമപ്പൂവും ജീരകവും കറുവപ്പട്ടയും ഗ്രാമ്പൂവും ഇതെല്ലാം ഇട്ട് വെച്ചിരിക്കുന്ന ഒരു ചാക്കിൽ വളരെ കട്ടി കുറഞ്ഞ നമ്മുടെ ഒരു കർച്ചീഫിന്റെ അത്രയും കട്ടിയുള്ള വളരെ മിനുസമുള്ള ഒരു ലെതർ ഷീറ്റ്, വളരെ കട്ടി കുറഞ്ഞ ലെതർ ഷീറ്റ് ഈ ചാക്കിൽ ആഴ്ചകളോളം മൂടി വെച്ചിട്ട് അത് പുറത്തെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്പൈസി ലെതറാണ് ഇതിന്റെ ലെതർ മണം. അങ്ങനെയാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ലേഡീസിന് നന്നായിട്ട് വർക്കൗട്ട് ആവും, മെൻസിന് നന്നായിട്ട് വർക്കൗട്ട് ആവും. അങ്ങനെയാണ് ഇത് ലെതറിന്റെ വർക്ക് നടത്തിയിരിക്കുന്നത്. ടോം ഫോർഡ് ഊതുകൂട്ടൊക്കെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടോ? ഊതുകൂട്ടിന് ഏതാണ്ട് ഇതുപോലൊരു മണമുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഊതുകൂട്ട്, ഭയങ്കര ഇഷ്ടമാണ് ഊതുകൂട്ട്. എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പെർഫ്യൂമിൽ ഒന്നാണ് ടോം ഫോർഡിന്റെ ഊതുകൂട്ട്. അപ്പൊ അതുപോലെ ഇഷ്ടപ്പെടുന്നവർക്ക് പോലും ഇഷ്ടപ്പെടാത്തവർക്ക് പോലും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ടോം ഫോർഡ് ആ വർക്ക് ചെയ്തിരിക്കുന്നത്. അതുപോലെയാണ് ഇതിലും ചെയ്തിരിക്കുന്നത്. അടിപൊളി പെർഫ്യൂം, ഒന്നും പറയാനില്ല. അത് ഞാൻ പറഞ്ഞത് തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്യേണ്ട പെർഫ്യൂമാണ് മെമ്മോ പാരിസിന്റെ ആഫ്രിക്കൻ ലെതർ. ഇത് ട്രൈ ചെയ്യേണ്ട ഒക്കേഷൻ എന്ന് പറയുന്നത് വിവാഹം, അതുപോലെ റിസപ്ഷൻ പാർട്ടികൾ, ഡേറ്റ് നൈറ്റുകൾ, ലക്ഷറീസ് ആയിട്ടുള്ള ഒത്തുചേരലുകൾ, അതുപോലെ തന്നെ വിശേഷ ദിവസങ്ങളൊക്കെ ഉണ്ടല്ലോ, വിശേഷ ദിവസങ്ങൾ, ഇവിടെയൊക്കെ നിങ്ങൾ ഈ പെർഫ്യൂം ഉപയോഗിക്കുക. നിങ്ങൾ ഏറ്റവും നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങൾ ഈ ഒരു പെർഫ്യൂം ഉപയോഗിക്കുക. ഇനി ഇതിന്റെ പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ വസ്ത്രങ്ങളിൽ ഏകദേശം 10 മണിക്കൂർ മുതൽ 12 മണിക്കൂർ വരെ ഇത് ലാസ്റ്റ് ചെയ്യും. ലോങ്ജിവിറ്റി സ്ട്രോങ് ആണ്, നല്ലതുപോലെ ലാസ്റ്റ് ചെയ്യും. 10 മണിക്കൂറൊക്കെയാണ് ഇതിന്റെ ലോങ്ജിവിറ്റി ആയിട്ടുള്ളത്. ആദ്യത്തെ 3-3.5 മണിക്കൂർ സ്ട്രോങ് ആയിട്ടുള്ള പ്രൊജക്ഷൻ ഉണ്ട്. അതായത് നിങ്ങൾ നടന്നു പോകുമ്പോഴൊക്കെ ഈ മണം കൂടെ ഉണ്ടാവും. ഡ്രൈ ഡൗൺ ആയാലും ഈ മണം പോയിട്ടില്ല എന്ന് ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു പറയും. നമുക്ക് ആ മണം ഇടയ്ക്കിടയ്ക്ക് നമ്മളെ റിമൈൻഡ് ചെയ്യിപ്പിക്കും. അതുകൊണ്ട് അവസാന ഘട്ടത്തിൽ ഇത് അസ്തമിക്കുന്ന സമയം വരെയും ഒരു ചെറിയൊരു നേരിയ പ്രൊജക്ഷനോട് കൂടി തന്നെയായിരിക്കും ഇത് അസ്തമിക്കുക. സോ ലോങ്ജിവിറ്റി ഉണ്ട്, പ്രൊജക്ഷൻ ഉണ്ട്. നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിൽ നന്നായിട്ട് വർക്കൗട്ട് ആവുന്ന പെർഫ്യൂമാണ്. ഉപയോഗിക്കേണ്ട കാലാവസ്ഥ എന്ന് പറയുന്നത് വൈകുന്നേരവും രാത്രിയും ഉപയോഗിക്കുക. മഴയുള്ള സമയത്ത് രാവിലെ ഉപയോഗിക്കാം. വല്ലപ്പോഴൊക്കെ ഓഫീസിൽ വിശേഷ ദിവസങ്ങളിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഡേ ആണെങ്കിൽ ഉപയോഗിക്കാം. ഇത്തരം സ്പൈസി മണങ്ങളോട് താല്പര്യമുള്ള ഗേൾസിനും ഇത് ട്രൈ ചെയ്യാം. എന്നോട് ചോദിച്ചാൽ നിങ്ങളൊരു പെർഫ്യൂം ലവർ ആണെങ്കിൽ ഞാൻ പറയുന്നത് ഇത് മസ്റ്റ് ട്രൈ ആയിട്ടുള്ള പെർഫ്യൂമാണ്. നിങ്ങൾ സ്കിപ്പ് അടിക്കാൻ പാടില്ല. മെമ്മോ പാരിസ് ആഫ്രിക്കൻ ലെതർ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്യണം. ഇതിന്റെ 75 ml ഉണ്ട്, 200 ml ഉണ്ട്. എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് 75 ml ആണ്. ഇതിന്റെ വില വരുന്നത് 15,000-16,000 അടുപ്പിച്ചാണ് റേറ്റ് വരുന്നത്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് വാങ്ങുക. ഇതിന്റെ 2 ml, 5 ml, 10 ml അവൈലബിൾ ആണ്. ഞാനിത് വാങ്ങിയില്ലെങ്കിൽ എനിക്ക് വൻ നഷ്ടമായിരുന്നു. അത് ശരിക്കും ഇപ്പോൾ എനിക്കത് ഒരു മനസ്താപം തോന്നുന്നത്. തീർച്ചയായും ട്രൈ ചെയ്യേണ്ട ഒരു പെർഫ്യൂം ആയിരുന്നു. ഞാനിത് വൈകി. നല്ലൊരു വർക്കാണ് ചെയ്തിരിക്കുന്നത്. കോംപ്ലിമെന്റ് കിട്ടാൻ സാധ്യതയുള്ള ഒരു DNA സ്പൈസി കാർഡമം ബ്ലാസ്റ്റ് ആയിട്ടുള്ള പെർഫ്യൂം ഡേറ്റ് നൈറ്റിൽ ഉപയോഗിക്കുക. നിങ്ങൾ പ്രേമിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഏറ്റവും റൊമാൻറ്റിക് ആയിട്ടുള്ള സിറ്റുവേഷൻ ഏതാണോ ആ സിറ്റുവേഷനിൽ ഇത് ഉപയോഗിക്കുക. ഗേൾഫ്രണ്ടായിട്ടൊക്കെ പുറത്തു പോകുന്ന സമയത്ത് ഉപയോഗിക്കുക. നന്നായിട്ട് വർക്കൗട്ട് ആവുന്ന ഒരു DNA ആണ് ഏലക്ക. തീർച്ചയായും ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യുന്ന ഒരു സാധനമാണ് സ്പൈസ് ബോംബിന്റെ നൈറ്റ് വിഷൻ EDP. ഇപ്പൊ പലരും വിചാരിക്കുന്ന ഈ ഒരു സാധനം ഡാർക്ക് ആണെന്നാണ്. പക്ഷെ ഇത് നേരെ തിരിച്ചാൽ വളരെ ഘടകവിരുദ്ധമായിട്ടുള്ള ഒരു മണമാണ്. എന്താണ് ഇതിന്റെ മണം? നല്ല പഴുത്ത ഗ്രീൻ ആപ്പിളിന്റെ മണമാണ് ഈ ഒരു പെർഫ്യൂം. ഗ്രീൻ ആപ്പിൾ വിത്ത് ചെറിയൊരു സ്പൈസിനെസ് വരുന്ന ഒരു പെർഫ്യൂം. ഞാൻ തന്നെ
ഇതിൻ്റെ ഒരു റിവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. എന്നെ കാണാൻ തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്തേക്ക് വന്ന എൻ്റെ ഒരു ഫ്രണ്ട് നാഷണൽ ഹൈവേയുടെ പണി നടക്കുന്നു, ഭയങ്കര പൊടിയും ചൂടുള്ള ഒരു സമയത്ത് തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങോട്ട് വന്ന് ഏകദേശം 130 കിലോമീറ്റർ അദ്ദേഹം ബൈക്ക് ഓടിച്ച് വന്നിട്ട് ഞാൻ എൻ്റെ അടുത്ത് എത്തുന്നതിന് മുമ്പേ തന്നെ എനിക്ക് ആദ്യം കിട്ടിയത് ഇതിൻ്റെ മണമായിരുന്നു. ഞാൻ പറഞ്ഞു ഏതാണെന്ന് അടിച്ചേക്കുന്നത്, അറിയാം ഞാൻ സ്പൈസ് ബോംബ് നൈറ്റ് വിഷൻ EDP. ഭയങ്കര പെർഫോമൻസ് ആയിരുന്നു ഇതിൻ്റെ പണം എന്ന് പറയുന്നത്. ഫ്രഷ് പെർഫ്യൂമിൽ നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്ന ഒരു പെർഫ്യൂമാണ് നൈറ്റ് വിഷൻ EDP. ഫ്രഷ് പെർഫ്യൂം ഇഷ്ടമുള്ളവർ തീർച്ചയായും ട്രൈ ചെയ്യുക. പ്രത്യേകിച്ച് ആ ഒരു ഗ്രീൻ ആപ്പിളിൻ്റെ ഒക്കെ ഒരു മണവും സ്പൈസിനെസ്സും വരുന്ന ഒരു പെർഫ്യൂം, നല്ല സെക്സി ആയിട്ടുള്ള പെർഫ്യൂമാണ്. ഓഫീസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പെർഫ്യൂം, ഓഫീസിൽ യൂസ് ചെയ്യുക, കോംപ്ലിമെന്റ് കിട്ടാൻ സാധ്യതയുള്ള ഒരു പെർഫ്യൂമാണ് നൈറ്റ് വിഷൻ EDP. തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്യേണ്ട സാധനമാണ് നൈറ്റ് വിഷൻ. ഇതിലൂടെ ഗ്രീൻ ആപ്പിൾ വിത്ത് വാനില, അതെ ഗ്രീൻ ആപ്പിൾ ഫ്ലേവർ ഉള്ള ഒരു ഐസ്ക്രീമിൻ്റെ ഒരു മണം, നല്ല ഫ്രൂട്ടി ഗ്രീൻ ആപ്പിൾ ഫ്രഷ് സ്മെല്ല്. മറക്കാതെ ട്രൈ ചെയ്യുക. ഇതെൻ്റെ സെൻഡ് ഓഫ് ദ ഡേ ആണ് ഈ ഒരു പെർഫ്യൂം. അപ്പോൾ വിലയും കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ടോ. മെമ്മോ പാരീസിൻ്റേത്, മെമ്മോ പാരീസ് നിങ്ങൾ ട്രൈ ചെയ്യണം. അതോടൊപ്പം തന്നെ ടിലിയ അവൈലബിൾ ആണ്. പലരും ചോദിച്ചു ടിലിയ സ്റ്റോക്ക് ഉണ്ടോ. ടിലിയ വന്നിട്ടുണ്ട്, 2 ബോട്ടിലുണ്ട്. വാങ്ങാൻ വേണ്ടിയിട്ട് എൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്കും എൻ്റെ വാട്സപ്പ് നമ്പറും കമൻറ്റിൽ മെൻഷൻ ചെയ്യാം. താല്പര്യമുള്ളവർക്ക് ട്രൈ ചെയ്യാം. താങ്ക് യു സോ മച്ച്.